ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്തരം ദിവസം ഒരു 65 ഡേയ്സ് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഡീൽ ആൻഡ് ഐ എം സോ ഹാപ്പി. ഐ വാസ് റിയൽ. അതിനെപ്പറ്റി ഇങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. പക്ഷെ ഇപ്പോൾ ഗെയിം എല്ലാം പൊളിയായിരുന്നു, ടാസ്ക് എല്ലാം നല്ലതായിരുന്നു. ആൻഡ് യു നോ ഞാൻ ടാസ്ക് എല്ലാം ഭയങ്കര ജെന്യുവൻ ആയിട്ട് കളിക്കുന്ന ആളാണ്. സോ എനിക്ക് ഇൻട്രസ്റ്റിംഗ്. ഐ വാസ് ഹാപ്പി. അത് ഐ ഡോണ്ട് നോ, ലൈക്ക് ഓഡിയൻസ് എന്താ പറയുന്നത് അത് സ്വീകരിക്കുന്നു. ഓഡിയൻസിന്റെ എല്ലാം പുറത്ത് വന്ന് ഇങ്ങനെ എല്ലാവരും ലവ്, എല്ലാവരും ഇഷ്ടം കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാനായിട്ട് നിന്നത് എത്ര നന്നായിരുന്നു. ഐ മീൻ ഇത്രയും ലവ് എനിക്ക് കിട്ടിയത് ഐ എം ഹാപ്പി. ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇതുവരെയായിട്ട് പോയപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു പോകുന്നതിന് മുന്നേ? എങ്ങനെയൊക്കെയായിരുന്നു ബിഗ് ബോസിനെ? കുറച്ച് ഡിസ്റ്റൻസ്. ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും കൊണ്ടുവരുന്ന ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്, ഡിഫറെൻറ്റ് യുനോ ബിഹേവിയർ പാറ്റേൺ. പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ്. സോ അതിലെങ്ങനെ വിജയിച്ച് നമ്മൾ നിൽക്കുന്നു, എത്ര ദിവസങ്ങളിൽ നമ്മൾ നിൽക്കുന്നു, അതാണ് ബിഗ് ബോസ് ഗെയിം. അത് അവർ രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ. അവർക്ക് ബെറ്റർ ആക്കണോ ബെറ്റർ ആക്കേണ്ടോ? ചേച്ചി പെട്ടെന്ന് ഔട്ടായി വിഷമമുണ്ടോ? അല്ല, ചേച്ചി എല്ലാം ഔട്ടാവേണ്ടത് വേറെ ആൾക്കാരോട്, വെറുതെ ഇരിക്കുന്ന ആൾക്കാരോടുണ്ടല്ലോ.